തൃശൂർ നാട്ടികയിൽ 5 പേരുടെ ദാരുണാന്ത്യത്തിന് ഇടയാക്കിയ അപകടത്തിന്റെ നിർണായക ദൃശ്യങ്ങൾ 24-ന്. ഉറങ്ങിക്കിടന്നവരുടെ ദേഹത്തിലൂടെ തടിലോറി കയറിയിറങ്ങിയതിനു ശേഷം ലോറി നിർത്താതെ പോകുന്ന ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. ഇപ്പോൾ പാലക്കാട് നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. പാലക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിശദാംശങ്ങളിലേക്ക് നമുക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. നിഖിൽ പ്രമേഷ് അതിന്റെ വിവരങ്ങൾ നൽകും. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് BJP-ക്കകത്ത് രൂപപ്പെട്ടിരിക്കുന്ന ഭിന്നത, നേതാക്കളുടെ പരസ്യ പ്രതികരണം, ഇരുചേരികളായി തിരിഞ്ഞ് നേതാക്കൾ പരസ്യ പ്രതികരണങ്ങൾ നടത്തുന്ന സാഹചര്യം, നഗരസഭാ ഭരണത്തിലെ വീഴ്ചയാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമെന്ന ജില്ലാ കമ്മിറ്റിയുടെ നിലപാട്. ഇതിനൊക്കെ ഇടയിൽ നേതൃത്വത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ രംഗത്ത് വന്ന സാഹചര്യം, കൗൺസിലർമാരുടെ പരസ്യ പ്രതികരണം BJP നേതൃത്വം ഇടപെട്ട് വിലക്കിയ സാഹചര്യം, അതിനൊക്കെ ഇടയിൽ പാലക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിഖിൽ, എന്താണ് സംഭവിക്കുന്നത്? നിഖിൽ, ശ്രീജിത്ത്, ഇന്നത്തെ നഗരസഭാ കൗൺസിൽ യോഗത്തിന്റെ ഒരു പ്രാധാന്യമെന്ന് പറയുന്നത് തന്നെ ഇന്നലെ ഈ നഗരസഭാ കൗൺസിലർമാർ, BJP-യുടെ നഗരസഭാ കൗൺസിലർമാരടക്കം വലിയ രീതിയിലുള്ള വിമർശനം ഇവിടുത്തെ BJP സ്ഥാനാർത്ഥിക്കെതിരെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ചേരുന്ന ആദ്യ കൗൺസിൽ യോഗം എന്നുള്ള നിലയിലായിരുന്നു മാധ്യമങ്ങളെല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഈ ഒരു കയ്യാങ്കളിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്ന സാഹചര്യം ഉണ്ടായത് കൗൺസിൽ യോഗം പുരോഗമിക്കുന്നതിനിടെ മുസ്ലിം ലീഗിന്റെ അംഗം സംസാരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയും എന്നാൽ അതിന് മുൻപായി തന്നെ ആവശ്യം ഉന്നയിച്ചിരുന്ന കോൺഗ്രസ് കൗൺസിലർ മൻസൂറിന് സംസാരിക്കാനുള്ള അനുമതി അധ്യക്ഷ നൽകുകയുണ്ടായി. ആ സമയത്ത് ഇരു വിഭാഗം തമ്മിൽ നേരിയ രീതിയിലുള്ള ഒരു വാക്കേറ്റം ഉണ്ടാവുകയും കൗൺസിലറോട്, അതായത് നഗരസഭാ അധ്യക്ഷയോട് ഈ ലീഗ് കൗൺസിലർ മോശമായി സംസാരിച്ചു എന്ന് കാണിച്ചുകൊണ്ട് ശിവരാജൻ അടക്കമുള്ള ആളുകൾ ഈ ലീഗ് കൗൺസിലറെ കയ്യേറ്റം ചെയ്യാൻ വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ഒരു കയ്യേറ്റത്തിലേക്ക് ഈ കൗൺസിൽ യോഗം കടന്നു ചെല്ലുന്ന സാഹചര്യം ഉണ്ടായത്. ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാം. ഒന്ന് ആ തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, തുടരാം. നിഖിൽ, ഇപ്പോൾ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. തനിക്ക് പ്രത്യേകമായി ആരോടും ഒരു മമതയുമില്ല, എല്ലാവർക്കും തുല്യ പരിഗണനയാണ് താൻ നൽകിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അവർ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങളെന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ കൗൺസിലർ സംസാരിക്കാൻ വേണ്ടി കൈ ഉയർത്തി കാണിക്കുന്നു. മുസ്ലിം ലീഗിന്റെ കൗൺസിലറായിട്ടുള്ള ഫിറോസ് ബാബു അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുന്നു. എന്നാൽ അതിന് തൊട്ടുപുറകിലായി അതിന് മുൻപ് തന്നെ അവസരം തേടിയിരുന്ന മൻസൂർ എന്ന കോൺഗ്രസിലെ കൗൺസിലർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ സംസാരിക്കാൻ അധ്യക്ഷ വിളിക്കുകയും ചെയ്തു. ആ സമയത്ത് അത് ചോദ്യം ചെയ്തു, അതായത് ലീഗ് കൗൺസിലർ തനിക്ക് സംസാരിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞ് നഗരസഭാ അധ്യക്ഷയ്ക്ക് നേരെ പ്രതിഷേധം ഉയർത്തിയപ്പോൾ ഈ ഭരണപക്ഷത്ത് നിന്ന് ശിവരാജൻ അടക്കമുള്ള ആളുകൾ അതിനെ ചെറുത്ത് മുന്നോട്ട് വരികയും തുടർന്ന് ഇവർ തമ്മിലൊരു തർക്കത്തിലേക്ക്, കോൺഗ്രസ് കൗൺസിലറും ശിവരാജനും തമ്മിലൊരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. എന്തായാലും നഗരസഭാ യോഗം ഇപ്പോൾ കലുഷിതമായിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് കാണാൻ കഴിയും. ഈ യോഗം ഇന്ന് പ്രധാനമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം BJP കൗൺസിലർമാർ BJP നേതൃത്വത്തിനെതിരെ ഉന്നയിച്ച പശ്ചാത്തലത്തിലായിരുന്നു മാധ്യമങ്ങളെല്ലാവരും തന്നെ യോഗത്തിൽ എത്തിച്ചേർന്നത്. അപ്പോഴാണ് എന്നാൽ മറ്റൊരു വിഷയത്തിൽ വലിയ തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യം ഇപ്പോൾ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്.